നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഇപ്പോഴത്തേത് കള്ളക്കണ്ണീർ. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് മന്ത്രി സജി ചെറിയാൻ. ശബരിമല വിഷയത്തിൽ ഇന്ന് UDFന് നൊമ്പരവും കണ്ണീരുമാണ്. ശബരിമല പ്രതിഷേധങ്ങൾ എന്തിനെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയില്ല. ശബരിമലയിലേക്കുള്ള റോഡുകൾ നശിച്ചത് UDFന്റെ കാലത്താണ്. മികച്ച കുണ്ടും കുഴിയുമെന്ന് കാണാമായിരുന്നു. റോഡിലൂടെ പോകുന്നവൻ തിരിച്ച് നട്ടലില്ലാതെ വരുന്ന കാലമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. ശബരിമല സന്നിധാനത്ത് അമിക്കസ് ക്യൂറിയുടെ പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ അന്വേഷണം. സ്വർണം ഉരുക്കിയെടുത്ത സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. എന്നാൽ ഞായറാഴ്ച ആയതിനാൽ ഇന്ന് അവധിയെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഓഫീസിന് ഇന്ന് അവധിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വൈസ് പ്രസിഡന്റ് R മുരളി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്ന് പോറ്റിക്കായി സ്വർണം ഏറ്റുവാങ്ങിയ കൽപേഷിനെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് SIT. അതേസമയം ശബരിമല സന്നിധാനത്ത് അമിക്കസ് ക്യൂറി KT ശങ്കരന്റെ നിർണായക പരിശോധന ഇന്നും തുടരുകയാണ്. മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് നീക്കം. പ്രതിശ്രുത വരനും ഇരു വീട്ടുകാർക്കും ചടങ്ങിൽ പങ്കെടുത്തവർക്കുമെതിരെ പോലീസ് കേസ്. മലപ്പുറം കാടാമ്പുഴ മാറാക്കര മരവട്ടത്താണ് സംഭവം. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത്. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പുറമെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ഇന്നലെ വിവാഹ നിശ്ചയം നടക്കുന്ന അറിഞ്ഞ് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു. മുമ്പ് ശൈശവ വിവാഹത്തിന് പോലീസ് കേസടക്കം എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹ നീക്കം നടന്നത്. ഇമാമിന്റെ ഭാര്യയും 2 കുട്ടികളും പള്ളിവളപ്പിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. പിന്നിൽ വിദ്യാർത്ഥികളെന്ന് സംശയം. മതപുരോഹിതന്റെ ഭാര്യയെയും 2 പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെയും വീടിനുള്ളിൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശിൽ ബാഗ്പത് ജില്ലയിലെ ഗംഗൌലി ഗ്രാമത്തിലെ പ്രധാന പള്ളിയിലെ ഇമാമായ ഇബ്രാഹിമിന്റെ ഭാര്യ ഇസ്രാന, പെൺമക്കളായ സോഫിയ, സുമയ്യ എന്നിവരെ പള്ളിയുടെ പരിസരമുള്ള വസതിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പള്ളിയിലെത്തിയ കുട്ടികൾ മൃതദേഹങ്ങൾ കണ്ട് നിലവിളിച്ചപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ഇബ്രാഹിമിന്റെ വിദ്യാർത്ഥികളായ പ്രായപൂർത്തിയാകാത്ത 2 പേരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഇവർ പ്രദേശത്തെ ക്യാമറ ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇബ്രാഹിം ഇവരെ ശാസ്ത്രീയതയിലുള്ള പ്രതികാരമാണ് കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നു. സംഭവത്തിൽ 15-16 വയസ്സുള്ള 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത് ലവ് ജിഹാദ് അല്ല. റമീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. പോലീസ് കണ്ടെത്തൽ. 23-കാരിയായ യുവതിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് അല്ലെന്ന് പോലീസ് കുറ്റപത്രം. കേസിൽ പ്രതിയായ റമീസ് യുവതിയെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിക്കും. ആൺ സുഹൃത്തായ റമീസ് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കേസിൽ റമീസിന് പുറമെ റമീസിന്റെ മാതാവും പിതാവും പ്രതികളാണ്. കേസിൽ നേരത്തെ റമീസും മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തായ സഹദും അറസ്റ്റിലായിരുന്നു. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിനാണ് റമീസിന്റെ സുഹൃത്ത് സഹദിനെ അറസ്റ്റ് ചെയ്തത്.